ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ ഫ്ലൈ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇനി വരുന്ന ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഓവർവ്യൂ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയും. അതും വെറും 8 പോയിന്റിൽ നമ്മൾ സെറ്റ് ആക്കാൻ പോകണം. മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്ന് നമ്മൾ പറയുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സെറ്റ് ആക്കാം. ഓക്കെ, നോക്കിക്കോ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു സ്പീച്ചാണ്. ശ്രീകാന്ത് പോലെ നടത്തുന്ന ഒരു സ്പീച്ചാണ് ഒരു സക്സസ്ഫുൾ ഇന്ത്യൻ ഓൺട്രപ്രനറുടെ. എടാ, ഒരു കണ്ണ് കാണാത്ത ഒരാള് ഒരു കിടിലൻ പരിപാടി കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് കൊണ്ടുവന്നിട്ട് വിജയിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജേണിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ധാരാളം ചാലഞ്ചസുകളൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ധാരാളം വെല്ലുവിളികൾ നേരിടണം. എടാ, നാട്ടുകാർ പറയാണ് ഈ ചെക്കനൊന്നും ഉപകാരം ഉണ്ടാവില്ല, അവനെ കൊന്നു കളയാൻ വേണ്ടി പറയുന്ന നാട്ടുകാർ. അത്രയും പ്രശ്നങ്ങളുള്ളതിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനർ ആയിട്ട് വരുന്ന ശ്രീകാന്ത് പോലെയുടെ കഥയാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് കഥയാണ്. ആൻഡ് ഹി വാസ് ബോൺ വിഷ്വലി ഇംപയർഡ് ഇൻ എ പുവർ ഫാമിംഗ് ഫാമിലി. ഒരു പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് നമ്മുടെ ശ്രീകാന്ത് പോലെ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസ്പൈറ്റ് ഡിസ്ക്രിമിനേഷൻ ഹിസ് പാരന്റ്സ് ഓൾവേസ് സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ്ഡ് ഹിം. ഈ പറയുന്ന പല ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടും പല സമൂഹത്തിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരെന്ത് ചെയ്തു? ചെക്കനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇവൻ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവനെന്താക്കി? വിദ്യാഭ്യാസം കൊടുത്തു. അപ്പോൾ പല ഒബ്സ്റ്റക്കിൾസും അവന് സ്കൂളിൽ നേരിട്ടു. പെർമിഷൻ ടു സ്റ്റഡി, സയൻസ് എടുക്കാൻ പറ്റൂല. ചെക്കനോട് പറഞ്ഞു നീ സയൻസ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ സ്കൂളുകാർ പറഞ്ഞു. അതുപോലെ തന്നെ ക്ലാസ്സിൽ തന്നെ ബാക്കിലത്തെ ബെഞ്ച് കൊണ്ടുപോയി ഇരുത്തി. എടാ, കണ്ണ് കാണൂല്ലെങ്കിൽ ചെവി കേൾക്കൂലേ? അപ്പൊ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയാലല്ലേ ക്ലാസ് മനസ്സിലാവുള്ളൂ. ഇവനെ കൊണ്ടുപോയിട്ട് ബാക്ക് കൊണ്ടുവരുത്തിക്കുക. എന്തും മനുഷ്യന്മാരല്ലേ. ഓക്കെ, പിന്നെയോ ഹി ഫൗട്ട് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് അച്ചീവ്ഡ് അക്കാഡമിക് സക്സസ് ത്രൂ ഡിറ്റർമിനേഷൻ. ഗവൺമെന്റിനെതിരെ സയൻസ് പഠിക്കാൻ പറ്റൂല പറഞ്ഞപ്പോൾ ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തിട്ട് അവൻ ഫൈറ്റ് ചെയ്തു ആ അനീതിക്കെതിരെ. എന്നിട്ട് അക്കാഡമിക് സക്സസ് നേടി ഈ ഒരു ഡിറ്റർമിനേഷനിലൂടെ. ഭയങ്കര മോട്ടിവേഷൻ നമുക്ക്. ആൻഡ് അവസാനം അവന് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, MIT ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിട്ട് അവൻ മാറി. അതായത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലൈൻഡ് സ്റ്റുഡന്റ് പഠിക്കുന്നത്. ദാറ്റ്സ് ശ്രീകാന്ത് പോലെ. ഓക്കെ, ഒരു ഇന്ത്യക്കാരനാണ്. ഹി റിട്ടേൺ ടു ഇന്ത്യ. എന്നിട്ട് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള സെറ്റപ്പ് ഒക്കെ അവൻ ഉണ്ടായിരുന്നു. നല്ല സാലറി കിട്ടും. പക്ഷെ അവൻ ഇന്ത്യയിലേക്ക് വന്നു. എന്തിനാ? ബോലൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അവൻ തുടങ്ങി, ഒരു ഇൻഡസ്ട്രി തുടങ്ങി. ക്രിയേറ്റിംഗ് ജോബ്സ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾ പീപ്പിൾ. അതായത് ഇതുപോലത്തെ അവനെ പോലെയുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങി. എന്നിട്ടോ എടാ, ഈ കഥ ഭയങ്കര മോട്ടിവേഷൻ അല്ലേ? ആൻഡ് ദ ചാപ്റ്റർ ടീച്ചേഴ്സ് ദാറ്റ് കറേജും എഡ്യൂക്കേഷനും പെർസീവറൻസ്, അതായത് സ്ഥിരതയൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻ ഹെൽപ്പ് us overcome any barriers. ഏത് തരത്തിലുള്ള വെല്ലുവിളികളും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് അച്ചീവ് അവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നം എന്താക്കാൻ പറ്റും? നമുക്കത് സാധ്യമാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തീം എന്ന് പറയുന്നത്. ഈ തീമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യെസ്, നിങ്ങളിത് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസ്കോഴ്സാണ് ആവശ്യമുള്ളതെന്ന്. ഇതിൽ നിന്ന് ഡയറി വരും. നമ്മുടെ ശ്രീകാന്ത് പോലുള്ള പല സിറ്റുവേഷനിലൂടെയും കടന്നു പോകുന്നുണ്ട്. അവനെ നാട്ടുകാർ കൊല്ലണം എന്ന് പറഞ്ഞ ദിവസം, അല്ലെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ദിവസം, അല്ലെങ്കിൽ അവന് IIT എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദിവസം, അല്ലെങ്കിൽ അത് MIT സക്സസ്ഫുൾ ആയിട്ട് ഗ്രാജുവേറ്റഡ് ആവുന്ന, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം തന്നെ നിങ്ങൾ ഡയറി എഴുതാൻ പറയും. എന്നിട്ട് ലെറ്റർ എഴുതാൻ പറഞ്ഞേക്കാം. തൻ്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ശ്രീകാന്ത് പോലൊക്കെ അയക്കുന്ന ലെറ്ററോ, ഫാദർ ശ്രീകാന്ത് പോലൊക്കെ, അങ്ങനെ അങ്ങോട്ടോ ഏത് ലെറ്ററും വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം. ഈ ഒരു കോൺസെപ്റ്റ് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇമെയിൽ ലെറ്റർ APJ അബ്ദുൽ കലാമൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോജക്റ്റിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ APJ അബ്ദുൽ കലാമിനോട് അയക്കുന്ന ഇമെയിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിലുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നരേഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു കഥ, കംപ്ലീറ്റ് കഥ, ഈ ഒരു ബുക്ക്, ഈ ഒരു സ്പീച്ച് നിങ്ങൾ കേട്ടും വിചാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു നരേഷൻ നിങ്ങളോട് ചോദിച്ചേക്കാം. കോൺവെർസേഷൻ, പല സിറ്റുവേഷനിലും ഇവർ ഇടയിലുള്ള കോൺവെർസേഷൻ, പാരൻസുമായിട്ടുള്ള കോൺവെർസേഷൻ ആവാം, ടീച്ചേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമുമായിട്ടുള്ള കോൺവെർസേഷൻ ആകാം. ഏത് കോൺവെർസേഷൻ നിങ്ങൾക്ക് വരാൻ പറ്റും അതൊക്കെ സെറ്റ് ആക്കാം. വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ എക്സെട്രയിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, ശ്രീകാന്ത് പോലെയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് ക്വസ്റ്റ്യനാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം. മാത്രമല്ല നമ്മുടെ അസ്ത്ര ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അസ്ത്ര ബാച്ചിൽ ഇപ്പോൾ 10% ഓഫർ ലഭിക്കുന്നുണ്ട്. ആ ഓഫർ പെട്ടെന്ന് കഴിയും. അതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് ആ ഓഫർ നിങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് യെസ്, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 995400 800 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും.
അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഇനി വരുന്ന ഓണം എക്സാം നമ്മൾ തൂക്കണം, സെറ്റാക്കണം, പവറാക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗങ്ങൾ, അത് ഗ്രാമർ ആവട്ടെ, ഈ പറയുന്ന ഡിസ്കോഴ്സ് ആവട്ടെ, കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. ലെറ്റ്സ് സീ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ഇറ്റ്സ് ബൈ. ഇറ്റ്സ് മീ ജംഷദ്. യു ക്യാൻ കോൾ മീ ചെടി. താങ്ക് യു. ബൈ.